മലയാള സിനിമാ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സംഘടനയായ അമ്മ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് സിനിമയിലെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടല്ല, മറിച്ച് സംഘടനകൾക്കുള്ളിലെ പുകയുന്ന വിഭാഗീയതയും പരസ്യമായ ആക്രോശങ്ങളും കാരണമാണ്. 17-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ രണ്ട് പ്രമുഖ വനിതാ പ്രതിനിധികളായ ലക്ഷ്മി പ്രിയയും നീന കുറുപ്പും തമ്മിലുള്ള തർക്കം ഇപ്പോൾ കേവലം ഒരു കമ്മിറ്റി ചർച്ച എന്നതിലുപരി വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. പുറത്തുവന്ന ലക്ഷ്മി പ്രിയയുടെ വോയിസ് ക്ലിപ്പിലെ രൂക്ഷമായ പരാമർശങ്ങൾ സംഘടനയുടെ അച്ചടക്കത്തെയും കെട്ടുറപ്പിനെയും ചോദ്യം ചെയ്യുന്നതാണ്. സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മെഗാ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പരിപാടിയുടെ സംഘാടനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരാളായിരുന്നു ലക്ഷ്മി പ്രിയ. എന്നാൽ അതേ കമ്മിറ്റിയിലുള്ള നീന കുറുപ്പ് തന്റെ അധികാരപരിധി ലംഘിച്ച് ഇടപെടലുകൾ നടത്തിയെന്നും മറ്റംഗങ്ങളെ അവഗണിച്ചുവെന്നുമാണ് പ്രധാന ആരോപണം. പ്രത്യേകിച്ചും പരിപാടിക്കായി വലിയ തയ്യാറെടുപ്പുകൾ നടത്തി കോസ്റ്റ്യൂമും ധരിച്ചു നിന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ സ്റ്റേജിൽ കയറാൻ നീന കുറുപ്പ് അനുവദിച്ചില്ല എന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഈ അവഗണനയും വിവേചനവുമാണ് ലക്ഷ്മി പ്രിയയെ ചൊടിപ്പിച്ചത്. സംഘടനയിലെ എല്ലാവരും ഒരുപോലെയാണെന്നും അവിടെ വലുപ്പച്ചെറുപ്പമില്ലെന്നും വാദിക്കുന്ന ലക്ഷ്മി പ്രിയ നീനയുടെ പ്രവർത്തികൾ സംഘടനയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന് ആവർത്തിക്കുന്നുണ്ട്. പുറത്തുവന്ന വോയിസ് ക്ലിപ്പിൽ ലക്ഷ്മി പ്രിയ അങ്ങേയറ്റം വൈകാരികമായാണ് സംസാരിക്കുന്നത്. നീന കുറുപ്പിനെ വിഷജന്തുവെന്നും സംഘടനയിലെ വിഷമെന്നും അവർ വിശേഷിപ്പിക്കുന്നുണ്ട്. താൻ രോഗബാധിതയായി ആന്റിബയോട്ടിക് കഴിക്കുന്ന അവസ്ഥയിലും സംഘടനയുടെ പരിപാടിക്കായി കഷ്ടപ്പെടുമ്പോൾ നീന അവിടെ പട്ടിഷോ നടത്തുകയായിരുന്നുവെന്നാണ് താരം ആരോപിക്കുന്നത്. ലക്ഷ്മിപ്രിയയുടെ വോയിസ് ക്ലിപ്പിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപമുണ്ടാകും. നിങ്ങൾ ഗതി കിട്ടാതെ നരകിച്ചേ ചാവുകയുള്ളൂ. ഞാനിത് എഴുതി ഒപ്പിട്ട് തരാം. ഇതിന്റെ പേരിൽ നിങ്ങൾ എന്ത് പരാതി നൽകിയാലും പോലീസ് കേസ് കൊടുത്താലും എനിക്കൊരു പുല്ലുമില്ല. മുതിർന്ന അംഗങ്ങളായ ലാലേട്ടനെ ആദരിക്കുന്ന ചടങ്ങിലും വിളക്ക് കൊളുത്തുന്ന സമയത്തുമെല്ലാം നീന കുറുപ്പ് കാണിച്ച അനാവശ്യമായ ഇടപെടലുകൾ മറ്റംഗങ്ങളെ അസ്വസ്ഥരാക്കിയതായും ലക്ഷ്മി പ്രിയ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താനടക്കം 16 അംഗങ്ങൾ പരിപാടികൾക്കായി ആത്മാർത്ഥമായി പണിയെടുത്തപ്പോൾ നീന സ്വന്തം താല്പര്യങ്ങൾക്കും ഈഗോയ്ക്കും വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ തർക്കം കേവലം ഒരു പരിപാടിയുടെ സംഘാടനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ലക്ഷ്മി പ്രിയയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സംഘടനയുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷ്മി പ്രിയയ്ക്ക് വോട്ട് ചെയ്യരുതെന്ന് നീന കുറുപ്പ് മറ്റംഗങ്ങളോട് രഹസ്യമായി ആവശ്യപ്പെട്ടുവെന്നും ഇതിന് കൃത്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും താരം വെളിപ്പെടുത്തുന്നുണ്ട്. നീനയുടെ സ്വഭാവം ഇത്രത്തോളം മോശമാണെന്ന് താൻ കരുതിയിരുന്നില്ലെന്നും അവർ പറയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഡാൻസ് റിഹേഴ്സലിന്റെ കാര്യത്തിലും നീന അനാവശ്യമായി ഇടപെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും ആരോപണമുണ്ട്. സന്തോഷ് കീഴാറ്റൂരിനെ പോലെയുള്ള അംഗങ്ങൾ സ്ഥലത്തില്ലെങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും എന്നാൽ നീന അനാവശ്യമായ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും ലക്ഷ്മി പ്രിയ ആരോപിക്കുന്നുണ്ട്. ഈ തർക്കം വ്യക്തിപരമായ തലത്തിൽ നിന്ന് മാറി സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും ലക്ഷ്മി പ്രിയ നൽകുന്നുണ്ട്. പരിപാടി നടന്ന സ്ഥലത്ത് നീന കുറുപ്പ് നടത്തിയ പെരുമാറ്റങ്ങൾ സ്പോൺസർമാരുടെ ഇടയിൽ സംഘടനയെക്കുറിച്ച് മോശം ചിത്രം നൽകിയിട്ടുമുണ്ട്. സ്പോൺസർമാർ പിന്മാറിയാൽ അത് അമ്മമാരുടെ പെൻഷനെയും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നും ലക്ഷ്മി പ്രിയ ഭയപ്പെടുന്നുണ്ട്. സംഘടനയിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീന കുറുപ്പല്ലെന്നും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്താൽ മതിയെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശ്വേതാമേനോൻ, കുക്കു പരമേശ്വരൻ തുടങ്ങിയ മുതിർന്ന അംഗങ്ങളോട് ഈ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്നും ലക്ഷ്മി പ്രിയ ആവശ്യപ്പെടുന്നുണ്ട്. മലയാള സിനിമയിലെ പെൺകരുത്തിനെ കുറിച്ചും ഐക്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന വേളയിലാണ് അമ്മയുടെ ആഭ്യന്തര സമിതിക്കുള്ളിൽ ഇത്രയും രൂക്ഷമായ കലഹം അരങ്ങേറുന്നത്. ലക്ഷ്മി പ്രിയ ഉയർത്തിയ ആരോപണങ്ങളിൽ നീന കുറുപ്പിന്റെ മറുപടി എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും സംഘടനയുടെ അടുത്ത നീക്കങ്ങൾ. നിലവിൽ ഈ ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്.